ഹലോ, ഐ എം നസ്രീൻ. ജാമിയ ഇസ്ലാമിയയിൽ നിന്നും MA സോഷ്യോളജിയിൽ PG കഴിഞ്ഞതിന് ശേഷം 2 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രെപ്വൈസിലെ ഈ ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഇൻറ്റേൺഷിപ്പുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു ഇത്. മെൻറ്റർഷിപ്പ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. അതായിരുന്നു അതിൻ്റെ ഒരു ജോബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ്. അതായത് നമ്മൾ ഈ ഒരു മെൻറ്റർഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ്, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് അവർക്കുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെ പേഴ്സണലായിട്ടും ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു മെൻറ്റർഷിപ്പിലൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ നമ്മൾ ഈ ഒരു മെൻറ്റർഷിപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായി. അതേപോലെ തന്നെ ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ്, ഒരുപാട് യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട്. കാരണം നമ്മളൊക്കെ ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഞാൻ ജാമ്യയിൽ പഠിച്ച സമയത്തായാലും ഒരു ജാമ്യനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന JNU, അലിഗഡ്, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇതിനൊക്കെ കുറിച്ച് അവിടുത്തെ സ്റ്റുഡൻസ് അതിനായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ആ ഒരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രിപ്പറേസിൽ വന്നപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും പ്രിഫേർഡ് യൂണിവേഴ്സിറ്റീസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് ഇങ്ങനെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുകയുണ്ടായി. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്റർ എന്നതുകൊണ്ട് മെൻറ്റർ എന്നുള്ള ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ന് പറയുന്ന സ്റ്റുഡൻസിനായിട്ട് ഇമോഷണലായിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണലി ഒക്കെ വളരെയധികം അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് പലപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസുകൾ നമ്മളോട് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് അവരുടെ, അതായത് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ UG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ UG എക്സ്പീരിയൻസുകൾ നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഇങ്ങനെ നമ്മളൊരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും വളരെയധികം നല്ലൊരു സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നുള്ള ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 83 സ്റ്റുഡൻസ് ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് പ്രിപ്പേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്.